നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ചിക്കൻ കറിവേപ്പില സുക്ക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പം ഞാൻ ഒരു ബോൾ ഉണ്ടല്ലോ, ഒരു ചെറിയ ബോൾ കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് വെളിച്ചെണ്ണയിൽ, നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. സ്ലോ ഫയറിലാണ് ഇടേണ്ടത്, ശ്രദ്ധിക്കണം. സ്ലോ ഫയറിലിട്ട് നമ്മൾ അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നു. പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് ഇളക്കുക, ഇളക്കിണ്ടി വിടുക. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ ഒന്ന് കിണ്ടുക. കിണ്ടി കഴിഞ്ഞിട്ട് അതിനൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ബോളിലാക്കി വെക്കുക. അപ്പം നമ്മൾ നല്ല കരിവേപ്പില സുക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനൊന്ന് സ്ട്രെയിൻ ചെയ്ത് വേണം നമ്മൾ. അതുകൊണ്ടല്ല, സ്ലോ ഫയറിലിട്ട്, വെറും സ്ലോ ഫയറിൽ കരിഞ്ഞു പോകല്. എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റ് സ്ലോ ഫയറിലെങ്കിൽ ആ ഇല വന്ന് ക്രിസ്പി ആവണം, നല്ല ക്രിസ്പി ആയിരിക്കണം. അപ്പോൾ ക്രിസ്പി ആയിരിക്കുന്ന സ്ലോ ഫയറിൽ എത്രത്തോളം സ്ലോ ഫയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. സ്ലോ ഫയർ എണ്ണ ചൂടാവണം, പ്രത്യേകിച്ച് സ്ലോ ഫയർ എന്ന് പറഞ്ഞിട്ട് ചൂടാവാതിരിക്കാൻ പാടില്ല. സ്ലോ ഫയറിൽ, പക്ഷേ സിമ്മറിങ് പോയിന്റിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ അതിനുശേഷം വന്നിട്ട് നമ്മൾ ഇതിനെ സോട്ട് ചെയ്യാനുള്ള ഐറ്റങ്ങളാണ്. സോട്ട് ചെയ്യാൻ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ ഉണക്കമുളക്, ഗ്രാമ്പു, ഒരു 4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു നമ്മൾ എടുക്കുക. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള ഐറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രൈ ചെയ്തോണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കരിവേപ്പില ഉണ്ട്, അതും ആയിട്ടുമാണ്. ഫ്രൈ ചെയ്ത് വെച്ച കരിവേപ്പില മെയിൻ ചിക്കൻ കറിവേപ്പില സുക്കയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ ഒരു 3 സവോള ചോപ്പ് ചെയ്താണ്. പിന്നെ ഒരു 5 പച്ചമുളക് 2ആയിട്ട് കീറി, അതിനെ 2ആയിട്ട് കീറിയതാണ്. 1നെ 4 പച്ചമുളകാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചട്ടി എടുത്തിട്ട് ഈ പച്ചമുളകും പിന്നെ നമ്മുടെ ഏലക്ക, പിന്നെ അതുപോലെ പട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ ആദ്യം നമ്മൾ ഇടാൻ പോവുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു. 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പം ഉണക്കമുളക് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാടമ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ജാതിപ്പൂ ഇട്ടു. ജാതിപ്പൂ ഇട്ട് സോട്ട് ചെയ്തതിനു ശേഷം നമ്മൾ പച്ചമുളക് ഇടുന്നു. അപ്പം സ്ലോ ഫയറിൽ നമ്മൾ സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 സവോള, കുഞ്ഞു സവോള, എനിക്ക് തോന്നുന്ന ഒരു 200 ഗ്രാം സവോള എടുത്തിട്ട് നമ്മൾ 200 ഗ്രാം മതി കേട്ടോ. 1 കിലോ ചിക്കൻ എടുത്തിരിക്കുന്ന 200 ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിന് ഒരു 200 ഗ്രാം സവോള നമ്മളിങ്ങനെ സോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ലോണം സ്ലോ ഫയറിൽ നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അപ്പോൾ നല്ലോണം സോട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റോളം സ്ലോ ഫയറിൽ ഇങ്ങനെ സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഗോൾഡൻ ബ്രൗൺ കളർ വരും. ഈ ഓണിയൻ എല്ലാം വരുമ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ശകലം കൊണ്ടുണ്ട് കേട്ടോ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് സ്ലോ ഫയറിൽ നമ്മൾ സോട്ട് ചെയ്യണം, ശ്രദ്ധിക്കുക. അത് കരിയാൻ പാടില്ല. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തവയൊക്കെ ഒന്ന് അരി ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ മസാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ തന്നെ നമ്മൾ മസാല എടുക്കുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി എടുക്കുക. പിന്നെ വന്നിട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി എടുക്കുക. പിന്നെ അതിൻ്റെ പകുതി, 1 ടേബിളിൻ്റെ പകുതി ഒന്ന് സാധാ പിരിയമുളകിൻ്റെ പൊടി. പിന്നെ വന്നിട്ട് ശകലം അതിൻ്റെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ വന്നിട്ട് പെരിഞ്ജീരക പൊടിയാണ് കേട്ടോ. അത് വന്നെടുത്ത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി മതി. അപ്പോൾ അത്രയും നമ്മൾ ഇങ്ങനെ മസാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ ഓണിയൻ സോട്ട് ചെയ്ത് നമ്മുടെ ചിക്കൻ്റെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല. അപ്പം ഉപ്പ് നമ്മൾ ഇടാൻ പോണത് ചിക്കനിൽ പിന്നെ ലാസ്റ്റ് ഫൈനലിലാണ് നമ്മൾ അതിന് ഉപ്പ് കൂടിപ്പോവും. അപ്പം ഇത് ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന രീതിയിൽ നമ്മളങ്ങ് സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോളം, 2 മിനിറ്റ് സ്ലോ ഫയർ, വളരെ സ്ലോ, കരിഞ്ഞു പോയില്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ മെല്ലെ സോട്ട് ചെയ്യുക. മെല്ലെ സോട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ശകലം നമ്മൾ വെള്ളം ഒഴിച്ച്, ഗ്രേവിയെ നമ്മൾ വെള്ളം ഒഴിച്ചിടുക. സോട്ട് ചെയ്യുക. അങ്ങനെ സോട്ട് ചെയ്തിട്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി പരുവത്തിലല്ല, വെള്ളം ഒഴിച്ച് ഗ്രേവി പരുവത്തിലാക്കി നമ്മൾ ഇടുക. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ 200 ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ എന്തൊക്കെ ചേർക്കണം? ശകലം ചില്ലി പൗഡർ, ശകലം ഒരു 1/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ നമ്മൾ ചേർക്കുക. പിന്നെ ശകലം ഉപ്പ് ചേർക്കുക. എനിക്ക് തോന്നുന്ന ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ വന്നിട്ട് കുരുമുളക് ശകലം ചേർക്കുക. പിന്നെ ശകലം മഞ്ഞപ്പൊടി ശകലം നമ്മൾ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ശകലം മഞ്ഞപ്പൊടി നമ്മൾ ചേർത്ത് നല്ല മാരിനേറ്റ് ചെയ്യുക. ഭയങ്കര മസാലയൊന്നുമില്ല കേട്ടോ. നമുക്ക് കൂടുതൽ മസാല ഇട്ട് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ, നമ്മൾ ഇടുന്ന കറിവേപ്പിലയുടെ ഫ്ലേവർ അത്രയും വരില്ല. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും മസാല മതി. ഭയങ്കര ഒരു പേരിന് മസാല ഇടുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു ദോശക്കല്ല് എടുക്കുക, ചിന്ന ഒരു ദോശക്കല്ല് എടുക്കുക.
ചിന്ന ദോശക്കല്ലെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ നമ്മുടെ സ്ലോ ഫയറാണല്ലോ, വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ആ കുഞ്ഞ്, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ പീസ് വന്നിട്ട് ചില്ലി ചിക്കൻ വെട്ടുന്ന മാതിരി കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് വെട്ടിത്തരും. അവർ ചെറിയ പീസ് ചില്ലി ചിക്കൻ കണക്കിനായിട്ടുള്ള പീസിന് വെട്ടിത്തരും. അപ്പോൾ ആ കണക്കുള്ള വലിയ പീസാവില്ല. എനിക്ക് തോന്നുന്നു ഒരു ചിക്കൻ തന്നെ 10-24 പീസിൽ വെട്ടാൻ തോന്നും. അറിയില്ല, അങ്ങനെയാണ് തോന്നുന്നത്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വെട്ടുക. അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിയുണ്ടല്ലോ, നല്ല ഈ അടിപൊളിയായിട്ട് സംഗതി ആ കുക്ക് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു സ്ലോ ഫയറിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുന്ന നമ്മൾ ഭയങ്കര ഡ്രൈ ആവാൻ പാടില്ല. അപ്പം അതിനകത്ത് അപ്പം ഒരു 10 മിനിറ്റ് ഒരു സൈഡ്, 10 മിനിറ്റ് ഒരു സൈഡ് ഇങ്ങനെ കണ്ടിട്ട് 20 മിനിറ്റോളം സ്ലോ ഫയറിൽ ഇങ്ങനെ കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുൾ കുക്കിംഗ് അല്ല, ഹാഫ് കുക്ക്, ഒരു മുക്കാൽ പരുവാണ്. അപ്പോൾ അതിന് ജ്യൂസി കണ്ടന്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ വരും. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ എല്ലാം കൂടെ ബേസ്, അപ്പം ഇതിനങ്ങനെ ബേസിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പോകണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ എടുത്ത് നമ്മൾ അതിനടുത്ത് നേരെ നമ്മൾ ഗ്രേവിക്ക് വെള്ളമെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രേവി ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോളം ഈ പച്ചമണം മാറാൻ വേണ്ടി തിളപ്പിച്ചിട്ട് ഒന്ന് സ്ലോ ഫയറിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ചിക്കൻ എല്ലാം നല്ല മുക്കാൽ പരുവം വെന്തിട്ടുണ്ട്. അപ്പം ഈ മസാല എല്ലാം പിടിച്ചുകൊണ്ടല്ലോ, നമ്മുടെ കരിവേപ്പില നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ ബാക്കിയുള്ള മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പിടാം. അപ്പം നല്ലോണം ഡ്രൈ സ്ലോ ഫയറിൽ, എനിക്ക് തോന്നുന്നത് ഒരു 10-15 മിനിറ്റോളം സ്ലോ ഫയറിൽ ഡ്രൈ, ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാകുമ്പോഴാണല്ലോ നല്ലോണം ഡ്രൈ ആയി ഫൈനൽ സ്റ്റേജിലാകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കരിവേപ്പില നല്ലോണം കൈ കൊണ്ട് നല്ലോണം പൊടിച്ച് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ വന്നിട്ട് 2 പീസ് നാരങ്ങ, ശകലം, ഒരു പീസിന്റെ പകുതി നാരങ്ങ മതി, ശകലം അങ്ങ് ഒഴിക്കുക, മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, കിടിലമാണ്. പിന്നെ എൻ്റെ ഈ കുക്കിംഗ് പരിപാടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കിടിലമെന്ന് പറഞ്ഞാൽ കരിവേപ്പില ഫ്ലേവറിൽ നല്ല ജ്യൂസി ആയിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. ഒരു കിടിലൻ ഡിഷാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ.